ഹെയർ കെയറിനെ കുറിച്ചുള്ള കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. പിന്നീട് നമുക്കുള്ള ഹെയറിനെ നമ്മൾ സൂക്ഷിക്കുക. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് ഒരു കോമ്പ് പോലെ റൗണ്ട് പോലത്തെ കോമ്പുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോമ്പിട്ടാണെങ്കിലും നന്നായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുക. അത് സ്ക്രബ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ ചെയ്യുക. അപ്പോൾ തന്നെ കുറച്ച് ഡേർട്ടി അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്ന് അടർന്നു പോകുവാൻ ഇടയാകും. നമ്മൾ അങ്ങനെ ചെയ്തതിന് ശേഷം നന്നായിട്ട് തലമുടി വാഷ് ചെയ്യുക. നന്നായിട്ട് ഞാനിവിടെ ഡവിൻ്റെ ഷാമ്പു ആണ് ഉപയോഗിക്കുന്നത്, സൾഫർ ഫ്രീ ആയിട്ടുള്ള ഷാമ്പു. വാഷ് ചെയ്യുക. അതിനുശേഷം അടുത്തതാണ് നമ്മൾ കോഫി പൗഡർ വെള്ളത്തിൽ ചാലിച്ച് നല്ല ഒരു തിക്ക് പൗഡർ ആക്കുക. അല്ലെങ്കിൽ ലൂസായാലും പ്രശ്നമില്ല. നമ്മൾ ആ കോഫി പൗഡർ വീണ്ടും ഈ വെറ്റായിട്ടുള്ള തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാൻ, ഈ ഉള്ളിയും വെളിച്ചെണ്ണയും ഒക്കെ സ്കാൽപ്പിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കും. ഒനിയനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഹെയർ ഗ്രോത്തിന് അത് സഹായിക്കും. പിന്നെ നമുക്ക് ഈ കോഫി പൗഡറിൽ കാണുന്നത് അതിലും ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ ഓരോ ഹെയർ ഫോളിക്കിളിലും ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മളതിനെ ഇംപ്രസ് ചെയ്യുക. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ഈ കാപ്പിപ്പൊടിയുള്ള വെള്ളം വെച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. ഈ സ്കാൽപ്പ് തൊട്ട് ടിപ്പ് വരെ നമ്മൾ മസാജ് ചെയ്യുക. ടിപ്പ് വരെ മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമ്മുടെ തലമുടിയിൽ അത് വെക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയുക. പിന്നെ ഷാമ്പു ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇത് ആഴ്ചയിൽ ഒരു തവണ വെച്ച് ചെയ്താൽ മതി ഈ ഒരു കെയർ. അല്ലാതെ നമ്മൾ നോർമൽ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 തവണ നമുക്ക് നോർമൽ വാഷ് ചെയ്യാം. പ്രത്യേകിച്ച് ഒരുപാട് ഓയിലുള്ള സ്കാൽപ്പ് എപ്പോഴും ഡാൻഡ്രഫിനുള്ള സാധ്യത കൂടുതലാണ്, ഹെയർ ഫോളിക്കിളിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഈ 3 ഇൻഗ്രീഡിയൻറ്റുകൾ, ഇവയിൽ പ്രധാനമായും നമുക്ക് വേണ്ടിയത് കോഫി പൗഡറും ഒനിയൻ ജ്യൂസുമാണ് വേണ്ടിയത്. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹെയറിനെ സംരക്ഷിക്കാൻ പറ്റും. എൻ്റെ വീഡിയോയിൽ ഒരുപാട് അപാകതകളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാര്യം നിങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ ഇനി എന്താ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട നിങ്ങളത് പറയണം, ഞാനത് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.